പ്രസിഡന്റ് പദവി ഒഴിയുമ്പോഴും പ്രവർത്തിക്കാനിടമുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു സൗകര്യം. ഇപ്പോൾ പാർട്ടിയുടെ വനിതാ മുഖമായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള എം ടി രമേശ്, സുധീർ, കൃഷ്ണകുമാർ, വൈസ് പ്രസിഡൻ്റായിട്ടുള്ള എൻ രാധാകൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മാറുമ്പോൾ ഒരു നേതൃദാരിദ്ര്യം ബി ജെ പിയിലില്ല. ഈ പദവി കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരുപക്ഷെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറായി ഒരു പദവി ലഭിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനോട് താങ്കൾ മാനസികമായി യോജിക്കുന്നുണ്ടോ? കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വൈകാതെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത് 26-ലായിരിക്കുമോ 31-ലായിരിക്കുമോ? 26-ലാവാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. നമസ്കാരം, വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ. ഒരു വലിയൊരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും BJPക്ക് നിർണായകമായൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ വരികയാണെങ്കിൽ ഇടതു വലതു മുന്നണികൾക്കപ്പുറം ഒരു മൂന്നാം ചേരിയെ ഇരു കൈയും നീട്ടി കേരള മനസ്സ് സ്വീകരിച്ചിരിക്കുന്നു. തലയെടുപ്പോടുകൂടി സംസ്ഥാനത്ത് BJPക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ആവനാഴിയിൽ ഏതൊക്കെ അസ്ത്രങ്ങളാണുള്ളത്? അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകളുടെ തുടക്കത്തിലായിരുന്നു സത്യത്തിൽ ഞാനിതിപ്പോൾ ഇല്ലെന്ന് പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രധാന മൈനസ് പോയിന്റ്, നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളെ ജയിക്കില്ല. ഇപ്പോൾ ആ മൈനസ് പോയിന്റ് മറികടന്നു. ഒരു സീറ്റ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 20% അടുത്ത് വോട്ട് ഞങ്ങൾക്ക് കിട്ടി. 2-3 സീറ്റുകളിൽ ഞങ്ങൾ നേരിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. 0.5%, 1% വ്യത്യാസത്തിലാണ്. ഒരു 6-7 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ അതിനിർണായകമായിട്ടുള്ള ശക്തിയായി. 20 ലോക്സഭാ മണ്ഡലത്തിലും ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ചു. ഇതാണ് ഒരു ആകെത്തുക. അപ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ച സ്ഥാപനങ്ങളിലെ ഒക്കെ നോക്കിയാൽ അവിടെയൊക്കെ ഒരു പ്രധാന സംഗതി ഞങ്ങൾ പിന്നീട് കണ്ടത് LDFും UDFും അവിടെയെല്ലാം പിന്നീട് ഞങ്ങൾക്കെതിരെ അവിശ്വാസം ഒരുമിച്ച് കൊണ്ടുവരുന്നത് പല സ്ഥലത്തും. ഇപ്പോൾ തിരുവനന്തപുരത്തായാലും പല പഞ്ചായത്തുകളിലും, തിരുവനന്തപുരത്തെ കരവാരത്തായാലും കരകുളത്ത്, ഈ പല പഞ്ചായത്തുകളിലും നമ്മളത് കണ്ടു. അപ്പോൾ ഒരു BJP ജയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുമിച്ച് വരാനുള്ള ഒരു പ്രവണത വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അത് കുറച്ച് സ്ഥലങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് മുൻകൂട്ടി കാണുന്നുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മികച്ച മുന്നേറ്റം ഉണ്ടാക്കും എന്നറിയുന്ന LDFും UDFും അവർ പരസ്പരം യോജിച്ച് ഒരു സ്ട്രാറ്റജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ശ്രമിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന പ്രതിസന്ധി വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഫണ്ടേ ഇല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കുന്നേ ഇല്ല. ഇപ്പോൾ തന്നെ ഈ ദുരന്തത്തിൽ എല്ലാ പഞ്ചായത്തുകളോടും പണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. എല്ലാ നഗരസഭകളോടും കോർപ്പറേഷനോടും പണം ആവശ്യപ്പെട്ടു. പക്ഷേ പ്ലാൻ ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു ഫണ്ടും കൊടുക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഭരണസ്തംഭനമാണ്, എല്ലാം ലേ ഓവറാണ്. ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മാർച്ച് 30 മുമ്പ് പണി പൂർത്തീകരിക്കേണ്ട പല പദ്ധതികളും അവതാളത്തിൽ. കഴിഞ്ഞ വർഷം തന്നെ നമ്മളത് കണ്ടു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ചെയ്യുന്ന ജൽജീവൻ മിഷൻ മുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ. കേന്ദ്ര ഫണ്ട് ഇവിടെ വന്ന് കിടക്കുന്നു, സ്റ്റേറ്റിൻ്റെ വീതം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം എടുത്ത് പ്രാദേശിക തലത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങളും അവബോധങ്ങളും ബോധവൽക്കരണങ്ങളും പ്രചാരണങ്ങളൊക്കെ നടത്താൻ ഞങ്ങൾ തയ്യാറെടുത്ത് ഇരിക്കുമ്പോഴാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ ദുരന്തം പിന്നീട് വരുന്നത്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത മാസത്തോടു കൂടി കുറച്ചുകൂടി അത് ഊർജിതമാക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 2025 ഡിസംബർ വരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണോ BJP തീരുമാനിച്ചത്? തീർച്ചയായിട്ടും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു 3-ടയർ പഞ്ചായത്ത് സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് അവിടെ കടന്ന് ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ 1630 വാർഡിൽ ജയിച്ചിട്ടുണ്ട്. 2800 വാർഡുകളിൽ ഞങ്ങൾ തൊട്ടടുത്ത 2ാം സ്ഥാനത്താണ്. എല്ലാ സ്ഥലത്തും ക്രോസ് വോട്ടിംഗ് നടന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു 10-4000 സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർണായകമാണ്. 10-20,000 സ്ഥലങ്ങളിൽ ഒരു 4000 ഗ്രാമങ്ങളിൽ ഞങ്ങൾ നിർണായകമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ. ഇത്തവണ വലിയൊരു കുതിച്ചുചാട്ടം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകൾ ഉണ്ടാവും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടമൊക്കെ BJPക്ക് സംസ്ഥാനത്തുണ്ടായിട്ട് പോലും ഇടതുവലത് നേതാക്കൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദേശീയ തലത്തിലുണ്ടായതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് സംസ്ഥാനത്തുണ്ടായതെന്ന് വ്യാഖ്യാനിക്കുന്നു. പരസ്യമായി അവർ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ K മുരളീധരൻ ഒഴികെ അല്ല, പാർട്ടി യോഗങ്ങളിൽ അവരങ്ങനെയൊന്നുമല്ല ചർച്ച ചെയ്തിരിക്കുന്നത്. അതായത് പരസ്യമായിട്ട് BJP വളർന്നു എന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റില്ലെങ്കിലും പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതൊക്കെ ലീക്കായിട്ടുണ്ട്. ഇപ്പം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് BJPയുടെ വളർച്ചയെ അവർ കാണുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും അവർ പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും CPM. മുരളീധരൻ പിന്നെ
ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. കെ മുരളീധരൻ എപ്പോഴും എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വസ്തുതകൾ എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ്. BJPയെ വിമർശിക്കുന്നു, ഞങ്ങൾ തിരിച്ച് വിമർശിക്കുന്നതൊക്കെ കാര്യം. പക്ഷേ മുരളീധരന് അറിവുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. മുരളീധരൻ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യമേ തന്നെ മുരളീധരൻ തൃശ്ശൂരിൽ വന്നപ്പോഴേ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു, ആ പാവത്തിനെ ബലിയാടാക്കുന്നതാണ്. കാരണം KC വേണുഗോപാലിന് വേണ്ടിയുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ മുരളീധരൻ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പം മുരളീധരന് BJP കോഴിമുട്ടയെ ലഭിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് കളിയാക്കിയെങ്കിലും കോഴിമുട്ടയല്ല, ശരിയായ മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുരളീധരന് ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യം കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പല MLA-മാരുടെയും മണ്ഡലങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അവിടെയൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, LDF-നും UDF-നും മാത്രമല്ല ഒരു മൂന്നാമതൊരു ശക്തിക്ക് കൂടി ജനങ്ങൾ ഇടം കൊടുത്തിരിക്കുന്നു. അത് ഒരു റിയാലിറ്റിയാണ്. അതിനെ ഇനി വർദ്ധിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ 2 വർഷം മാത്രമാണ് ഈ 2026 നമ്മുടെ മുന്നിലുള്ളത് കേരളത്തിൽ. ദേശീയ തലത്തിലായാലും ഈ സംസ്ഥാന അധ്യക്ഷന്മാർ, ദേശീയ അധ്യക്ഷൻ ആദ്യം മാറുന്നു, അതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ മാറുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ താങ്കൾക്ക് ഒരു അവസരങ്ങൾ, ഒരു ടേം കൂടി താങ്കൾക്ക് നീട്ടിക്കിട്ടും എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അല്ല, അതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓൾറെഡി ഞാൻ ഈ ഡിസംബർ ആകുമ്പോൾ 5 വർഷം ആവും. സാധാരണ നിലയിൽ 5 വർഷം ഒരാൾ പ്രസിഡൻ്റായിരിക്കുന്നത് തന്നെ അപൂർവമാണ്. 3 വർഷം കഴിയുമ്പോൾ ആൾ മാറും. പക്ഷേ എനിക്ക് 5 വർഷം പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ഞാൻ സംതൃപ്തനാണ്. ഇനി ബാക്കി എന്താണെന്നുള്ളത് അവരാണ് തീരുമാനം, സെൻട്രൽ പാർട്ടിയാണ് അത് ആലോചിക്കുന്നത്. കേരളത്തിലെ പ്രവർത്തകരുടെ ആഗ്രഹം അനുസരിച്ച് കേന്ദ്ര നേതൃത്വം അതനുസരിച്ചുള്ള തീരുമാനങ്ങളെടുക്കും. എനിക്ക് ഏത് തീരുമാനം എടുത്താലും സന്തോഷമേ ഉള്ളൂ. നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും സന്തോഷത്തോടെ. നീ ഇനി ഇവിടെ നിൻ്റെ ചുമതല മാറണമെന്ന് പറഞ്ഞാൽ ഞാൻ, അപ്പോൾ അത് വ്യക്തിനിഷ്ഠമല്ല. ഞാൻ പ്രസിഡൻ്റ് ആയതും എൻ്റെ ലോബിയിങ്ങിലൂടെയല്ല, ഞാൻ തുടരാനും ഒരു ലോബിയിങ് നടത്തുന്നില്ല. BJPക്കകത്ത് അത് സാധ്യമല്ല, അങ്ങനെ സ്ഥിതിയുമില്ല. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പൊസിഷൻ, സ്ഥാനമാനങ്ങൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ കണ്ടിന്യൂയിറ്റിയാണ്. ഈ വർക്ക് നമ്മൾ തുടരും. 35 വർഷമായിട്ട് ഞാൻ ഇതേ പ്രവർത്തനമാണ് നടത്തുന്നത്. മേഖലകൾ മാറി, ചെറിയ ഇടങ്ങളിൽ നിന്ന് പിന്നെ പോഷക സംഘടനകളിലേക്ക്, പിന്നെ പാർട്ടിയിലേക്ക് ഒക്കെ നമ്മൾ മാറി. ഇനി പ്രസിഡന്റ് പദവി ഒഴിയുമ്പോഴും പ്രവർത്തിക്കാനിടമുണ്ട് എന്നുള്ളതാണ് BJPയുടെ ഒരു സൗകര്യം. നമുക്ക് ഇതേ പ്രവർത്തനം നിശ്ചയിക്കുന്ന സ്ഥലത്ത് തുടരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സ്ഥാനം മാറി, പ്രസിഡന്റ് സ്ഥാനം മാറിയ പിന്നെ അയാളുടെ കഥ കഴിഞ്ഞു. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ മുൻ പ്രസിഡന്റുമാരെ നിങ്ങൾ നോക്കൂ. കുമ്മനം രാജശേഖരൻജി മുൻ പ്രസിഡൻ്റാണ്, V മുരളീധരൻജി മുൻ പ്രസിഡൻ്റാണ്, കൃഷ്ണദാസ് മുൻ പ്രസിഡൻ്റാണ്, CKP മുൻ പ്രസിഡൻ്റാണ്, ഈവൻ 90 വയസ്സാവുന്ന രാജേട്ടനടക്കം. നോക്കൂ എന്തുമാത്രം അവസരങ്ങളാണ് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. ഈ പദവി കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരുപക്ഷെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറായി ഒരു പദവി ലഭിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനോട് താങ്കൾ മാനസികമായി യോജിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ സാധ്യത കുറവാണ്. കുറച്ച് സാധാരണ നിലയിൽ ഗവർണർമാരായിട്ട് പരിഗണിക്കുന്നത് കുറച്ച് അധികം ഒരു പ്രായമുള്ള ആൾക്കാരെയാണ്. ഒരു 65 ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ്. എനിക്കിപ്പോൾ 54 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്കൊരു മുൻ പ്രസിഡൻ്റായിട്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഗവർണർ പദവി എന്ന് പറയുന്നത് പലരും ഇങ്ങനെ വാർത്തകളുണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രവർത്തിക്കണോ. ഇനിയിപ്പം പാർട്ടി എന്ത് തീരുമാനിച്ചാലും നമ്മൾ പ്രവർത്തിക്കണമല്ലോ, നമ്മൾ അച്ചടക്കമുള്ള പ്രവർത്തകനാണല്ലോ. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഗവർണറായിട്ട് ആളുകളെ പരിഗണിക്കുന്നത് കുറേ കൂടി ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ, ആൾക്കാരുടെ അനുഭവത്തിൽ കുറച്ചുകൂടി ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP വലിയൊരു മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് സംസ്ഥാന അധ്യക്ഷന് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ട്. അല്ല, ക്രെഡിറ്റ് എനിക്കല്ലല്ലോ ഒന്ന്. അത് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അല്ല, താങ്കളാണ് സംസ്ഥാന അതെ, അധ്യക്ഷൻ. താങ്കളുടെ നേതൃത്വത്തിൽ പാർട്ടി ഇത്രയധികം ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ ചർച്ച വരുന്നതിൻ്റെ ഒരു കാരണം, തോറ്റപ്പോൾ എല്ലാ ഉത്തരവാദിത്വം എനിക്കായിരുന്നു. 2021 ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടമായപ്പോൾ അതിൻ്റെ മുഴുവൻ പഴിയും എനിക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യത്തിന് പ്രസക്തി കയറുന്നത്. ക്രെഡിറ്റ് ഇല്ല ഒരാൾക്കും, ഇതെല്ലാവരും ചേർന്നാണ് നടത്തുന്നത്. തോറ്റതിനും ക്രെഡിറ്റ് അല്ല, ഉത്തരവാദിത്വം റെസ്പോൺസിബിൾ ഞാനല്ല, ജയിച്ചതിനും ക്രെഡിറ്റ് എനിക്കല്ല. കാരണം സംഘടനയിൽ ഒരാൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അയാൾ മുമ്പിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, കാര്യപദ്ധതി നടപ്പാക്കുന്നത്. 25,000 ബൂത്തിലും എനിക്ക് എൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റില്ലല്ലോ. എല്ലാവരും പോകുന്ന പോലെ ബൂത്തിൽ ഞാനും പോകുന്നു. പക്ഷേ സംഘടനയ്ക്കകത്ത് ഒരു സംവിധാനമുണ്ട്. ഞങ്ങളുടേത് ഒരു ടീമാണ്. ഇപ്പോൾ ഒരു 20 വർഷം 25 വർഷമൊക്കെ നിൽക്കുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. അതായത് ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയാൽ എന്തു ചെയ്യും, അവർ പല പൊസിഷൻസിലായിരിക്കും അവർ ഇരിക്കുന്നത്. ചിലപ്പോൾ ഉപാധ്യക്ഷനായിരിക്കും, ചിലപ്പോൾ മുൻ അധ്യക്ഷനായിരിക്കും,
ചിലപ്പോൾ സെക്രട്ടറി ആയിരിക്കും, ചിലപ്പോൾ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരിക്കും. പക്ഷേ ആ ഒരു കോർ ഗ്രൂപ്പുണ്ട്, ഞങ്ങളെ 10-12 പേരടങ്ങുന്ന ഒരു കോർ ഗ്രൂപ്പുണ്ട്. അതിലെ പ്രധാന നേതാക്കളെല്ലാവർക്കും സ്ഥാനമാനങ്ങളെ നോക്കിയിട്ടല്ല. അപ്പോൾ ഒരു പദവിയില്ലാത്ത ആളും ചിലപ്പോൾ കോർ ഗ്രൂപ്പിലിരിക്കും. അത് അവരുടെ അനുഭവം, അവർ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങൾ, അവരുടെ ശേഷി, അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവർക്ക് പിന്നെ ശാരീരികമായും മാനസികമായും ഇതിനെ മുന്നോട്ട് അപ്പോൾ ഈ ഒരു സംവിധാനം ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സുരക്ഷിതത്വ ബോധത്തിന് പ്രശ്നമില്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ബി ജെ പിക്ക് അകത്തില്ല. കോൺഗ്രസ്സിൽ നിങ്ങൾ നോക്കി, ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എവിടെയുണ്ട്, VM സുധീരൻ എവിടെയുണ്ട്, വി മുരളീധരൻ എവിടെയുണ്ട്, PK കൃഷ്ണദാസ് എവിടെയുണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യും. ഒരു 5 എവിടെയാണ്? CK പത്മനാഭൻ സജീവമായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ചില വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അസംതൃപ്തിയൊക്കെ പരസ്യമായി പറയുന്നുണ്ടല്ലോ. ചില കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറയുന്നു. അതൊന്നും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. തൃശ്ശൂർ മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റ് ദക്ഷിണ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും ആലപ്പുഴയിലൊക്കെ വലിയ മുന്നേറ്റമാണ്. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, ഇതുപോലുള്ള അവരുടെ ഒപ്പം നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷനാണ് താങ്കൾ വയനാട് മത്സരിക്കുമ്പോഴേ താങ്കൾക്കറിയാമായിരുന്നു ഈ രീതിയിലൊരു അമ്പേ പരാജയം ഉണ്ടാകും? അല്ല, വയനാട് എന്താ, അവിടെ 76,000 വോട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഏറ്റവും ലോവസ്റ്റ് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള ഒരു മണ്ഡലമാണത്. അവിടുന്ന് 1.45 കിട്ടിയല്ലോ. കാരണം അതിൽ കൂടുതൽ അവിടെ ആ സന്ദർഭത്തിൽ ഒരു 15 ദിവസം കൊണ്ട് അതിൽ കൂടുതൽ വോട്ട് കിട്ടാനുള്ള ശേഷി ആ പാർലമെൻറ്റ് മണ്ഡലത്തിനില്ല. മത്സരം ഐഡിയോളജിക്കൽ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെതിരായിട്ട് ആശയപരമായ ഒരു മത്സരം നടത്താനാണ് ഞങ്ങൾ പോയത്. അത് തെളിഞ്ഞല്ലോ. ഇപ്പോൾ അനിരാജ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, റിലവൻസേ ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ മത്സരിക്കാൻ തന്നെ പാടില്ലായിരുന്നു എന്നാണ് CPIയുടെ വിലയിരുത്തൽ. ഇപ്പോഴും അവർ പറയുന്നത് പ്രിയങ്കയ്ക്കെതിരെ ഞങ്ങൾക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമില്ല, ഞങ്ങൾ പക്ഷേ BJP മുതലെടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡ് ഓഫ് ഫൈറ്റാണ് അവർ നടത്തിയത്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് അവിടുത്തെ ഡെമോഗ്രഫി, അവിടുത്തെ പാർട്ടിയുടെ നോക്കൂ, നിങ്ങൾ 1400 ബൂത്തിൽ, ഒരു 700 ബൂത്തിൽ പോലും ഒരു പ്രസൻസും ഇല്ലാത്ത സ്ഥലമാണത്. അപ്പോൾ അവിടെ ഞങ്ങൾ മത്സരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഫലപ്രദമായി തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, അപ്പോൾ ബൈ ഇലക്ഷനിൽ ഒരിക്കൽ കൂടി ആ ഒരു ആശയപരമായ മത്സരത്തിന് തുനിഞ്ഞിറങ്ങുമോ? BJP മത്സരിക്കും. അത് ആരെന്നുള്ളത് തന്നെ അവർ പറയണം. എന്നോട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല. അതല്ല പുതിയ ആളെ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അതും പറയും. അത് നമ്മൾ രണ്ടും ആലോചിച്ചിട്ട് ചെയ്യും. അത് കാൻഡിഡേറ്റ് ആരെന്നുള്ളത് പ്രശ്നമേ അല്ല. ഒരുപക്ഷെ അവിടെ വയനാടെന്നല്ല, ഒരു മത്സര രംഗത്തെ താങ്കൾ ഉണ്ടാകാതിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഈ മണ്ഡലങ്ങളിലുടനീളം 20 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് എല്ലായിടത്തും ഒക്കെ ക്യാമ്പയിൻ വേണ്ടിയാണല്ലോ ഞാൻ പത്തനംതിട്ടയിൽ മത്സരിക്കാതിരുന്നത്. ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ 3 ലക്ഷം വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാതെ മാറുന്നത് അതിനു വേണ്ടിയാണല്ലോ. പക്ഷെ നമ്മൾക്കൊരു തീരുമാനം ഒരു ഇരുമ്പൂലൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ. അതാത് സാഹചര്യങ്ങളിലാണ് കേന്ദ്ര നേതൃത്വം അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചർച്ചകളുണ്ട്. അപ്പോൾ ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്നോട് മത്സരിക്കാൻ പറഞ്ഞു, ഞാൻ മത്സരിച്ചു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൽ വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു ഇടമില്ല. ഒരുപക്ഷെ താങ്കൾ തന്നെയാണ് ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അനിൽ ആൻ്റണി, താങ്കൾ കഴിഞ്ഞ തവണ നേടിയ വോട്ടൊന്നും അനിൽ ആൻ്റണിക്ക് കിട്ടിയിട്ടില്ല. താങ്കൾ തന്നെയാണ് അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു തൃശ്ശൂർ പോലെ താമര വിരിയിക്കാൻ പറ്റിയ ഒരു മണ്ഡലമായി മാറുമായിരുന്നു. അല്ല, അതിനെപ്പറ്റി ഇനി ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമേ ഇല്ലല്ലോ. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മൾ ഇനി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ലല്ലോ. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചത് അതിനെ പറ്റിയല്ല ചർച്ച ചെയ്യുക. അങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് V മുരളീധരൻ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു എന്ന് പറയുന്നവർ എന്നെ ധാരാളം പേര് വിളിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി പാലക്കാട് മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ചർച്ചകളുണ്ടാവില്ല. അതിനിപ്പോൾ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദവിയിലാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ജനസമ്മതി നേടി പാർലമെൻറ്റിലെത്തി. അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തെ, സംസ്ഥാന BJPയിൽ അദ്ദേഹത്തിന് അതിൻ്റേതായ, ഞാൻ ഉദ്ദേശിക്കുന്നത് BJPയുടെ കോർ കമ്മിറ്റിയിലൊക്കെ അദ്ദേഹം അംഗമാകാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അല്ല, ഓൾറെഡി കോർ കമ്മിറ്റികളിലെല്ലാം അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ കുറേ കാലമായി. പക്ഷേ അദ്ദേഹം എല്ലാ ഉന്നതാധികാര സമിതികളിലും ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി സമയം അദ്ദേഹം ഈ തിരക്കിനിടയിലും അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സുപ്രധാനമായ എല്ലാ യോഗങ്ങളും, ഇനിയിപ്പോൾ ഒരു യോഗത്തിന് അയാൾക്ക് ഫിസിക്കലി വരാൻ പറ്റിയില്ലെങ്കിലും ഓൺലൈനായിട്ടെങ്കിലും അദ്ദേഹം ഞങ്ങളുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അദ്ദേഹം ഒരു പ്രമുഖ നടനാണ്. അതുകൊണ്ട് തന്നെയും കേന്ദ്ര സഹമന്ത്രി ആകുമ്പോഴും പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെയും ഈ ഫുൾ ടൈം അദ്ദേഹത്തിന് അതിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ തൻ്റെ കർമ്മമണ്ഡലത്തിൽ നിൽക്കാനോ സാധ്യമല്ലാതെ വരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് നിരവധി തവണ.
അങ്ങനെ വരുമ്പോൾ അത് BJPയുടെ സംസ്ഥാന ഘടകത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? കാരണം നിങ്ങളുടെ ഒരേ ഒരു എലക്റ്റഡ് MP ആണ്. ഒരിക്കലും ബാധിക്കില്ല. അദ്ദേഹം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും കഴിഞ്ഞ തോറ്റപ്പോഴും ചെയ്തിട്ടില്ല. പിന്നെ ജയിച്ചപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയൊരു ജനപിന്തുണ എന്തുകൊണ്ടാണ് കിട്ടിയത്? അവിടെ ഉണ്ടായിരുന്ന MPയേക്കാൾ കൂടുതൽ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് സുരേഷ് ഗോപിയാണ്. തോറ്റിട്ടും അദ്ദേഹം പോയില്ല അവിടുന്ന്. അപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസി നർച്ചറിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം എടുത്തതൊരു വളരെ മാതൃകാപരമായൊരു സമീപനമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം വർദ്ധിച്ചു. അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം സമയം കണ്ടെത്തി തൃശ്ശൂരിലെ വോട്ടർമാരെ അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാരെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം കൂടുതൽ സമയം കണ്ടെത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി താങ്കളിൽ നിന്ന് മാറുകയാണെങ്കിൽ പല പേരുകളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ V. മുരളീധരന് വീണ്ടും കൊടുക്കാനുള്ളൊരു സാധ്യത പോലും പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അത്തരം കരുത്തുറ്റ ഒരു നേതൃനിര തന്നെ, നേതാക്കളുടെ ഒരു പട്ടിക തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ കേൾക്കുന്ന പേരുകളെക്കുറിച്ച് ഒരുപക്ഷെ അങ്ങും കൃത്യമായി കേൾക്കുന്നുണ്ടല്ലോ. ഈ വരുന്ന പേരുകളെക്കുറിച്ചൊക്കെയുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? കാരണം താങ്കൾക്ക് ശേഷം വരുന്ന പദവി വഹിക്കേണ്ടവരാണ്. നല്ല യോഗ്യതയുള്ള ഒരു 5-6 പേരെങ്കിലും, അതായത് ബാക്കി ആരും യോഗ്യതയില്ലാത്തല്ല, ആ ഒരു പദവിയിലേക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരു 5-6 പേരെങ്കിലും ഇപ്പോൾ നേതൃനിരയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ മോൾഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, അവസരങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ വനിതാ മുഖമായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള MT രമേശ്, സുധീർ, കൃഷ്ണകുമാർ, വൈസ് പ്രസിഡൻ്റായിട്ടുള്ള AN രാധാകൃഷ്ണൻ, ഇവർക്കെല്ലാം കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ സംസ്ഥാനം മുഴുവൻ സഞ്ചരിച്ച് പ്രവർത്തകരെയും ജനങ്ങളെയും കണ്ട് അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് സമരങ്ങൾ നയിച്ച് ഒരു പാരമ്പര്യമുണ്ട്. അവർ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മാറുമ്പോൾ ഒരു നേതൃദാരിദ്ര്യം BJPയിലില്ല. ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ പ്രായത്തിൻ്റെ പരിധി പോലും വെച്ചു. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റുമാരെ ഞങ്ങൾ ഒരു 55 വയസ്സിൽ താഴെയുള്ളവരെ വെക്കണം തീരുമാനിച്ചു. അന്ന് ചില ആൾക്കാർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് 55 കഴിഞ്ഞ് 60 ആയവരൊക്കെ ഞങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് ആവണമെന്ന് വിചാരിച്ചു. പക്ഷേ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയോ? അടുത്ത ഒരു 25 വർഷത്തേക്ക് അല്ല ഒരു 20 വർഷത്തേക്ക് ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് ഒരു ലീഡർഷിപ്പ് സ്വമേധയാ വളർന്നു വരികയാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയാണ്, ഞാനിപ്പോൾ എങ്ങനെയാണ് പ്രസിഡന്റ് ആയത്? എന്നെ മോൾഡ് ചെയ്യാനും എന്നെ ഗൈഡ് ചെയ്യാനും മുൻഗാമികളായിട്ടുള്ള ആൾക്കാരും കേന്ദ്ര നേതൃത്വവും എനിക്ക് അവസരം തന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഉൾനാടൻ ഗ്രാമത്തിലുള്ള ഒരു വില്ലേജിലുള്ള ഒരാൾ, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മേന്മയും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു 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 സാധാരണ പ്രവർത്തകൻ, ഒരു അമാനുഷികമായ കഴിവില്ലാത്ത ഒരാൾ, സാധാരണ ഒരു വർക്കർ BJP സംസ്ഥാന പ്രസിഡന്റ് പദവിയിലെത്തിയില്ല. എന്തുകൊണ്ടാണ്? അവസരങ്ങൾ നമ്മളെ അങ്ങനെ മോൾഡ് ചെയ്യാൻ, രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സംഘടിതമായ ശ്രമം നടന്നിട്ടുണ്ട് പാർട്ടിയിൽ. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് താഴെയുള്ള ആൾക്കാരും. അവരെ ആ നിലയിലാണ് പരിചയപ്പെടുത്തുന്നത്, ആ നിലയിലാണ് അവർക്ക് അവസരം കൊടുക്കുന്നത്, ആ നിലയിലുള്ള ഒരു ഉത്തരവാദിത്വമാണ് അവരെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞവരെ തന്നെയാണ് നടത്തുന്നത്. ശോഭാ സുരേന്ദ്രനായാലും രമേശായാലും സുധീറായാലും കൃഷ്ണകുമാറായാലും ഇവരൊക്കെ ചേർന്ന് തന്നെയാണ് ഈ വർക്ക് നടത്തുന്നത്. പിന്നെ താങ്കൾ V. മുരളീധരൻജിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഭവം 6 വർഷം അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. നോക്കൂ, ഇന്നത്തെ കാണുന്ന ഒരു 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 ബേസ്മെൻറ്റ് അദ്ദേഹമാണ്. ബൂത്തുകളിലെല്ലാം ആ ഒരു ഉറച്ച നിലപാടിലൂടെ ഒരു ശാക്തീകരണത്തിന് തുടക്കം കൊടുത്തു. തൊട്ട് മുമ്പുണ്ടായിരുന്ന കൃഷ്ണദാസ് ജി അതിനൊരു ജനകീയ മുഖമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കുമ്മനം വളരെ വേറൊരു ലെവലിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നു. CKPയുടെ കാലത്താണ് ഒരു അറിയപ്പെടുന്ന പാർട്ടിയായിട്ട് നമ്മൾ മാറിയത്. രാജഗോപാൽജിയാണ് ഇതിന് എന്താ പറയുന്ന ഒരു ഒട്ടും സ്വീകാര്യതയില്ലാത്തൊരു പാർട്ടിയെ ജനസ്വീകാര്യതയുള്ള ഒരു പാർട്ടിയായിട്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു കണ്ടിന്യൂറ്റി ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു തുടർച്ചയുണ്ട് ഞങ്ങളിത്. അതിനുള്ള ഒരു ശ്രമമുണ്ട്, അതിനുള്ളൊരു വിലയിരുത്തലുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ഒരു സംവിധാനങ്ങളുണ്ട്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഒരു ദിവസം ആരെങ്കിലും വന്നിട്ട് ഇതാവുന്നതല്ല. മറ്റ് പദവികളൊക്കെ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം ആ നിലയിലുള്ള ശരിയായ അന്വേഷണങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ എല്ലാ പേരുകളും അതിന് യോഗ്യരായിട്ടുള്ളവർ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നെങ്കിൽ കൂടി BJPയുടെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിയമസഭ തന്നെയായിരിക്കും. അതിന് 2 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിലവിലിപ്പോൾ നിങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 20 മണ്ഡലങ്ങൾ, 1ഉം 2ഉം സ്ഥാനത്തുള്ള ഏകദേശം 20ഓളം മണ്ഡലങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ അത് ലക്ഷ്യമാക്കി ഉള്ള ഒരു മുന്നേറ്റമായിരിക്കുമോ ഇനി ഒരു 2 വർഷക്കാലം? അതായത് ഈ എണ്ണയിട്ട യന്ത്രം പോലെ BJP പ്രവർത്തിക്കുന്ന, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മണ്ഡലങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചിട്ടുള്ള
ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം തന്നെയായിരിക്കും ഈ 2 വർഷക്കാലം BJP കാഴ്ചവെക്കുന്നത്? 20 മണ്ഡലങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലാണ്. പക്ഷേ 60 മണ്ഡലങ്ങൾ 25,000 മുതൽ 70,000 വരെയുള്ള 70,000 വരെയുള്ള വോട്ടുകൾ നോക്കിയാൽ 60 മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ BJPക്ക് വളരെ ശോഭനമായിട്ടുള്ളൊരു ഭാവിയാണ് കേരളത്തിൽ. 10,000-ൽ താഴെ വോട്ട് കിട്ടിയ 6 മണ്ഡലങ്ങളെ കേരളത്തിൽ 140-ൽ വെറും 6 മണ്ഡലങ്ങളാണ് 10,000-ൽ താഴെ വോട്ടിൽ, ബാക്കിയെല്ലാം 10,000-ന് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ശക്തമായൊരു മുന്നണി ഇല്ലാതിരുന്നിട്ടും അത്രയും മണ്ഡലങ്ങളിൽ വലിയ ജനപിന്തുണ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ LDF UDF പോലത്തെ ഒരു പ്രബലമായ മുന്നണിയല്ല. ഞങ്ങൾ ശരിയാണ്, BDJS ഉണ്ട്, ബാക്കി കക്ഷികളൊക്കെ വളരെ ചെറിയ കക്ഷികൾ. അപ്പോൾ ആ ഒരു മാസ് ബേസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ശ്രമം അടുത്ത 2026-ൽ നടത്താൻ പാകത്തിലുള്ള ഒരു ജനവിധിയാണ് ഈ ലോക്സഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ശരിയായി മനസ്സിലാക്കി താങ്കൾ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ 2 വർഷം വർക്ക് ചെയ്യണം. കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടല്ല, ജനങ്ങൾക്കിടയിൽ അതാത് സ്ഥലത്തെ നേതാക്കന്മാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളായാലും അതിനു മുമ്പായാലും എല്ലാം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ലീഡർഷിപ്പ്, ലോക്കൽ ലീഡർഷിപ്പ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മത്സരിക്കാനുള്ള യോഗ്യത വരും. കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ച ആൾക്കാരുണ്ട്, അവർ ചിലരെങ്കിലും ഇപ്പോഴും കോൺസ്റ്റിറ്റ്യുവൻസി ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ശ്രദ്ധിച്ച് ജയിക്കാൻ പാകത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ഞങ്ങളത് ശരിയായ നിലയിൽ നിർവഹിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറ്റവും ശക്തമായ രീതിയിൽ കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ, കാരണം അവരുടെ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ BJPക്ക് 2026-ൽ ഇടതു മുന്നണിയേക്കാൾ ശക്തമായൊരു വെല്ലുവിളിയായി മാറുന്നത് UDF തന്നെയാകും. അങ്ങനെ വരുമ്പോൾ അവരുടെ കോൺഗ്രസിൻ്റെ ഒരു തന്ത്രങ്ങളൊക്കെ കടത്തി വെട്ടുക എന്നുള്ളത് അതൊക്കെ തന്നെ മനസ്സിൽ കാണുന്നുണ്ടോ? അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 19 സ്ഥലത്ത് ഞങ്ങൾ മത്സരിച്ച UDF-നോടല്ലേ, ജയിച്ചത് UDF-ൻ്റെ മണ്ഡലത്തിൽ. 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വന്നത് UDF-ൻ്റെ മണ്ഡലങ്ങളിൽ, തൊട്ടടുത്ത 3ആം സ്ഥാനങ്ങളിൽ വന്നതെല്ലാം UDF-നോട്. UDF-നെയും നിർത്തി ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇപ്പോൾ നിങ്ങൾ പല മണ്ഡലങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അവരുടെ സ്വന്തം മണ്ഡലത്തിൽ BJP അവിടെ നിൽക്കുന്നു. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഹരിപ്പാട് ഉൾപ്പെടെ എല്ലാം മണ്ഡലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എല്ലാം ആരായാലും ഞങ്ങൾക്ക് ഇലക്ഷനിയറിങ് ഞങ്ങളിപ്പോൾ ഒരു ശിശുക്കളാണ് എന്നുള്ള ഒരു ധാരണ കോൺഗ്രസ്സിനും ആർക്കും വേണ്ട. ജനങ്ങളെ സ്വാധീനിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, ജനമനസ്സ് അറിയാൻ കഴിയുന്ന നേതൃത്വമായി പാർട്ടി താഴെ തലത്തിൽ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് UDF ആയാലും LDF ആയാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ശരിയായ മത്സരം നടക്കും, ശക്തമായ പോരാട്ടം നടക്കും. ഞങ്ങൾ ഏതെങ്കിലും സീറ്റുകളിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമല്ല, നിർണായകമായ മത്സരം തന്നെയായിരിക്കും 2026. തീ പാറുന്ന മത്സരം തന്നെയായിരിക്കും, അക്കാര്യത്തിൽ ഒരു സംശയം. എന്താണ് പ്രധാനമായും മനസ്സിൽ കാണുന്നത്? എന്താണ് എത്ര ഒരു കഴിഞ്ഞ ഇലക്ഷന് താങ്കൾ പറഞ്ഞ ട്രോളായി മാറി, പക്ഷേ ഇത്തവണ ആളുകൾക്ക് വസ്തുത മനസ്സിലാക്കുക. ഞാൻ 35 പറഞ്ഞില്ലേ, ആ 35 മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിങ്ങളൊന്ന് നോക്ക്. ആ 35 മണ്ഡലം, ഞാൻ പറഞ്ഞ 35 മണ്ഡലങ്ങളിലെല്ലാം BJP ഈക്വൽ ട്രയാങ്കുലർ സ്ഥാനത്തേക്ക് വരുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ 60 മണ്ഡലങ്ങളിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ശരിയായ കാഴ്ചപ്പാടുണ്ട്. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ കേരളം ബാലികേറ മലയല്ല BJPക്ക്. വൈകാതെ കേരളത്തിലും BJP സർക്കാർ വരും. അത് 26-ൽ വരുമോ 31-ൽ വരുമോ എന്നുള്ള സംശയം മാത്രമേ ജനങ്ങൾക്കുള്ളൂ. ഈ 26-ൽ ഒരു സർക്കാർ ഉണ്ടാകുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി BJP എൻ്റെ വാക്കുകളിലെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, വൈകാതെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത് 26-ലായിരിക്കുമോ 31-ലായിരിക്കുമോ എന്നുള്ളതാണ്. 26-ലാവാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ഉണ്ടാകുന്നത്. എന്തായാലും താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ, ഉദ്യമത്തിൽ എല്ലാ ആശംസകളും. ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.